ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് എറണാകുളം വരെ പോവാണ്. അപ്പം ഇന്ന് കാറിനോ ബൈക്കിനോ ഒന്നും അല്ല പോകുന്നത്, ഞങ്ങൾ ഇന്ന് ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ വന്ന് കയറി. അപ്പം ഞങ്ങൾ എറണാകുളത്ത് പോകുന്നത് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അപ്പം അതിനുവേണ്ടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ട് തന്നെ എന്ന് പറയുന്നത് വൈപ്പിൽ. ഞങ്ങൾ വന്നിട്ട് ആദ്യം തന്നെ ഞങ്ങൾ പോയത് വാട്ടർ മെട്രോയിലേക്കാണ്. അപ്പം ഞാൻ എറണാകുളത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നത്. അപ്പം ചേട്ടാ ചെന്ന് കടലക്കാരനോട് കടലൊക്കെ മേടിച്ചുകൊണ്ട് വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതേ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഞങ്ങളിതേ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് കയറി പോവാണ്. അങ്ങനെ ചേട്ടായി ചെന്ന് ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. അപ്പം ഒരു ടിക്കറ്റിന് 30 രൂപ വീതമാണ് അവർ ഈടാക്കുന്നത്. ഞങ്ങൾ വൈപ്പിൽ നിന്ന് എറണാകുളത്തേക്കിനാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടുത്തെ കുറച്ച് നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ വാട്ടർ മെട്രോയിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ദേ മെട്രോയ്ക്കുള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റും ലൈഫ് ജാക്കറ്റും മറ്റു സുരക്ഷകൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ AC ആണ്, ഫുൾ AC ആണ് ഇതിൻ്റെ ഉൾവശം. അപ്പം ഇരുന്ന് യാത്ര ചെയ്യാൻ തന്നെ നല്ല സുഖമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേടിച്ച കപ്പലണ്ടിയെ കുറിച്ചാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വാട്ടർ മെട്രോ പയ്യെ നീങ്ങി തുടങ്ങി. അപ്പം എൻ്റെ ലൈഫിലെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ. അപ്പം കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അതിനകത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഒരു പോരായ്മയായി തോന്നിയത് ഇതിനുള്ളിലൊരു ടോയ്ലറ്റ് സർവീസ് ഇല്ല എന്നുള്ളതാണ് എനിക്കൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തത്. കാരണം അതിനുള്ളിൽ ഒരു കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്നും പറഞ്ഞ ആള് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. തീരെ കുഞ്ഞു കൊച്ചായിരുന്നു. യൂറിൻ പാസ് ചെയ്യണമെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഫാമിലി അത്ര നേരം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഫാമിലിക്ക് പെട്ടെന്ന് അതൊരു ഡിസ്റ്റർബൻസ് ആയി. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറം എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം എനിക്കൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തു. ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയെല്ലാം കൊണ്ടും ഇതൊരു അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നത് കണ്ടെയ്നർ ടെർമിനൽ ആണ്. കപ്പലിൽ നിന്ന് കൊണ്ടുവരുന്ന ചരക്കുകൾ ഇവിടെയാണ് ഇറക്കുന്നത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗോശ്രീ പാലം. വൈപ്പിൻകരയിനെയും എറണാകുളവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ഗോശ്രീ പാലമാണ്. ഇതിലൂടെയാണ് വൈപ്പിൻകരക്കാർ എറണാകുളത്തേക്ക് എത്തുന്നത്. ഈ കാണുന്നതാണ് ബോൾഗാട്ടി പാലസ്. ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനായിട്ട് വന്നിരിക്കുന്ന ബോൾഗാട്ടി പാലസ് ആണ്. അപ്പം ഒരു ദിവസം നമ്മളിനി അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ലോഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ദൂരെ നിന്നുള്ള ബോൾഗാട്ടി പാലസിന്റെ വ്യൂ ഇതാണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഞങ്ങൾ എറണാകുളം എത്തി. അപ്പം ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ എറണാകുളത്ത് വന്ന് നമ്മൾ ഇറങ്ങുന്നത് മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ നേരെ ഞങ്ങൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇനി മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊന്നും ഞാൻ അധികം എടുക്കാനായിട്ട് നിന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ വന്നൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വാട്ടർ മെട്രോന്ന് കയറി ഇപ്പോൾ എത്തി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ദേ ഈ ഒരു കാഴ്ച കാണുന്നത്. ഇങ്ങനെ അരിയിട്ട് കൊടുക്കുകയും അപ്പച്ചൻ്റെ കയ്യിൽ വന്നിങ്ങനെ പ്രാവിരുന്ന് കുത്തുന്നത് കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് വീഡിയോ പകർത്തി. ഒരു കുലുക്കി സർബത്ത് കഴിക്കാമെന്ന് ഓർത്ത് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ബൂസ്റ്റ് കുലുക്കിയൊക്കെ പറഞ്ഞ് അതൊക്കെ മേടിച്ച് അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.